വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ഒരു മാസത്തെ ഭരണം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാണ്. ട്രോളുകളും മീമുകളും കമന്റുകളുമായി ജൻസി തലമുറ മാത്രമല്ല പഴയ തലമുറയും ആഘോഷമാക്കിയിട്ടുണ്ട്. പൂക്കി CM വിളി മുതൽ അബദ്ധത്തിൽ തലയിൽ പായസം വീണ വനിതാ മന്ത്രി വരെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വണ്ടിഭ്രാന്തന്മാരെ ആവേശത്തിലാക്കിയ വി.ഡി. സതീശന്റെ പ്രഖ്യാപനമായിരുന്നു വാഹന മോഡിഫിക്കേഷനിലെ UDFന്റെ റിബൽ നയം. പിന്നാലെ ശക്തമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തി. പ്രഖ്യാപനം നടത്തിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ ചോദ്യവും വന്നു. വാഹന മോഡിഫിക്കേഷനിലെ സർക്കാർ നയം എങ്ങനെയായിരിക്കും? സോഷ്യൽ മീഡിയ കത്തുന്ന മുഖ്യമന്ത്രിയുടെ പൂക്കിച്ചിരിയായിരുന്നു അന്ന് കേരളം കണ്ടത്. പറഞ്ഞിട്ടുണ്ടല്ലോ നടക്കുമല്ലോ. പിന്നാലെ പൂക്കി CM നാഷണൽ ലെവൽ ട്രെൻഡിംഗ് ആയി. മീമുകളിൽ മുതൽ വാട്സ്ആപ്പ് സ്റ്റിക്കറിൽ വരെ പൂക്കിച്ചിരി നിറഞ്ഞു. ഗൗരവക്കാരനായ രാഷ്ട്രീയക്കാരനിൽ നിന്ന് യുവാക്കളുടെ ഇടയിൽ വരെ റീച്ചുള്ള പുതിയ കാലത്തെ നേതാവിലേക്കുള്ള പ്രതിച്ഛായ മാറ്റം. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചുള്ള സതീശന്റെ പ്രസ്താവനയും അധികാരത്തിലേറിയതിന് പിന്നാലെ ട്രോളായി മാറി. ഇടത് സൈബർ ഗ്രൂപ്പുകളായിരുന്നു ട്രോളുകൾക്ക് പിന്നിൽ. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടനത്തിനിടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ അബദ്ധത്തിൽ പായസം വീണതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി. മന്ത്രിമാർക്ക് ലഭിച്ച വാഹനങ്ങളിലെ നമ്പറും ട്രോളുകളിൽ ഇടം പിടിച്ചു. മന്ത്രി KM ഷാജിക്ക് ആദ്യം ലഭിച്ച 9ാം നമ്പർ വാഹനം മാറ്റണമെന്ന അണികളുടെ ആവശ്യമായിരുന്നു ട്രോളുകളിൽ മുൻപന്തിയിലെത്തിയത്. ആരും ഏറ്റെടുക്കാൻ മടിച്ചിരുന്ന 13ാം നമ്പർ ഏറ്റെടുത്തതും ട്രോളന്മാർക്ക് വിരുന്നായി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.